പ്രൈസ് ഗോഡ്. കാത്തിരിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല പലരും തോറ്റു പോകുന്നത്. കാത്തിരിക്കേണ്ട സമയത്ത് അവർ ഉപേക്ഷിച്ചു പോകുന്നത് കൊണ്ടാണ്. ക്ഷമയെന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതല്ല കേട്ടോ. എല്ലാം തകർന്നു പോകുന്നത് പോലെ തോന്നുമ്പോഴും വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുന്നതാണ് ക്ഷമ. ജീവിതം എളുപ്പമായിരിക്കുമ്പോൾ ആർക്കും കാത്തിരിക്കാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കാതെ വരുമ്പോൾ, ഉത്തരം കിട്ടാതെ വരുമ്പോൾ, അവിടെയാണ് നമ്മുടെ യഥാർത്ഥ ക്ഷമ പരീക്ഷിക്കപ്പെടുന്നത്. പലപ്പോഴും ഈ അസ്വസ്ഥതയെ നമ്മൾക്ക് പരാജയമായിട്ട് നമ്മൾ കരുതാറുണ്ട്. അതുകൊണ്ട് പലരും ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ തൊട്ടു മുമ്പ് അങ്ങ് ബാക്കടിക്കും, പിന്മാറും. പക്ഷേ ആ പ്രതിസന്ധി ഘട്ടം ഉറച്ചു നിൽക്കുന്നവരാണ് ഒടുവിൽ മറ്റുള്ളവർ ഉപേക്ഷിച്ചു പോയ കാര്യങ്ങൾ വ്യക്തതയും ഫലങ്ങളും സ്വന്തമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന കഠിനമായ കാലഘട്ടമാണെങ്കിലും പ്രയാസപ്പെടുന്ന സമയമാണെങ്കിലും അതൊരു തിരിച്ചടിയായി കാണേണ്ടതില്ല കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ദൈവം ഒരുക്കുന്നതായിരിക്കും, നിങ്ങളെ തയ്യാറാക്കുന്നതായിരിക്കും. നിങ്ങൾക്കത് ചെയ്യാനുള്ള കഴിവ് വേണ്ടേ? അതിന് നിങ്ങളെ ദൈവം ഒരുക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവം നമ്മളെ ശിക്ഷിക്കുന്നതാണോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട. ദൈവം ഒരാളെയും ഒരിക്കലും ശിക്ഷിക്കുന്നില്ല, നമ്മളെ തയ്യാറാക്കുക. കാരണം നമുക്കതിനുള്ള ശക്തി വേണം, അതിനുള്ള ബുദ്ധി വേണം, അതിനുള്ള കഴിവ് വേണം. അതുകൊണ്ട് വൈകുന്നു എന്ന് തോന്നുമ്പോൾ ഉപേക്ഷിച്ച് പോകണ്ട. വെയിറ്റ്, ബിക്കോസ് പേഷ്യൻസ് ഈസ് പ്രഷ്യസ്. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.